ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഇത് IFBയുടെ 5.5 കിലോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. ഏകദേശം 15 വർഷം ഈ മെഷീന് പഴക്കമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഈ വാഷിംഗ് മെഷീന് തുണിയിട്ട് അലക്കി ഒരു ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് വർക്ക് ചെയ്തില്ല. പിന്നിൻ്റെ ഭാഗത്ത് വരുമ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോവുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവരുടെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്തു. 15 വർഷമായിട്ട് റിപ്പയറൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി തന്നെ റിപ്പയർ ചെയ്ത രക്ഷയില്ലല്ലോ. ഈ ഡോറിൻ്റെ ലോക്കിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തില്ല. പക്ഷേ ഇത് ഇടയ്ക്ക് കറങ്ങുന്നുണ്ട്, ഇടയ്ക്ക് കറങ്ങുന്നില്ല. അങ്ങനെ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഇതുണ്ടോ, ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അതിടങ്ങ് തുണിയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയതാണ്. സ്പിന്നിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ നിന്നുപോയി. അപ്പോൾ ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കംപ്ലീറ്റ് ഇതായിട്ട് പോകുന്നില്ല, ഡ്രെയിനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡ്രമ്മിനകത്ത് കിടക്കുന്ന വെള്ളം എടുത്ത് കളയണം. എന്നിട്ട് ഈ രണ്ട് ഇത് കണ്ടില്ലേ, ഈ ഇതിനകത്തും വെള്ളം കിടക്കും. നമ്മൾ ഡ്രെയിനിങ് കഴിഞ്ഞാലും ഇത് രണ്ടും നമുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഔട്ട്ലെറ്റായി കാണുന്നുണ്ട്. വെള്ളം വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര ദുർഗന്ധമൊക്കെ വരാൻ തുടങ്ങും ഇതിനകത്തുനിന്ന്. അപ്പോൾ ഞാനൊരു പഴയൊരു ചട്ടി എന്ന് പറയുന്ന സംഗതിയുണ്ട്, സിമെൻറ്റൊക്കെ വരാൻ എടുത്ത് വെച്ചിട്ട് വെള്ളം അതിലേക്ക് പതുക്കെ എടുത്ത് കളയാണ്. ഇതൊരു 5-6 തവണ ചെയ്തപ്പോഴാണ് വെള്ളം കംപ്ലീറ്റ് ആയത് തീർന്നു കേട്ടോ. അത്രയും വെള്ളം അത്രയും വെള്ളം ഇതിനകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. കിടന്ന് വല്ലാത്ത സ്മെല്ലൊക്കെ ആയിട്ട് തുണി എത്ര വാഷ് ചെയ്താലും പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ് കിട്ടത്തില്ലേ വെള്ളം മാറ്റിയില്ലെങ്കിൽ. ഇതിങ്ങനെ തന്നെ എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. വേഗം ഞാൻ ഈ മോപ്പ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളവും ഇതിനകത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ടോപ്പ് പാർട്ട് അഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വയറിംഗ് കണക്ഷൻ എവിടെ എന്തെങ്കിലും വിട്ടതാണോ. ഇത് നല്ലപോലെ വിറയ്ക്കുന്ന മെഷീനാണേ. അപ്പം നല്ല വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഡിസ്കണക്റ്റ് ആയതാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ആ കടയിൽ കാണുന്നതാണ്ടോ, അതാ കേട്ടോ ഇതിൻ്റെ മദർ ബോർഡ്. താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമേ കറങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെ ചില ഇതുണ്ട്, തിരിച്ച് കറങ്ങത്തില്ല. ഇതിപ്പം സ്പിന്നിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ലേ നിന്ന് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്കത് മറിച്ചിട്ട് അഴിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് പവർ പ്ലഗ് അൺപ്ലഗ് ചെയ്തേക്കാം. എന്നിട്ട് ആ ടാപ്പ് അങ്ങ് പൂട്ടിയേക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ഈ കണക്ഷൻ ഉണ്ടല്ലോ വാട്ടറിൻ്റെ, അത് അഴിച്ചു വെച്ചേക്കാം. ഇല്ല വലിഞ്ഞു പൊട്ടിയ പിന്നെ വേറെ ഹോസ് മേടിക്കേണ്ടി വരും. ഈ ഹോസ് അതുപോലെ തന്നെ ഇത് ഔട്ട്ലെറ്റാണ്. ആ ഔട്ട്ലെറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്തേക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് എൻ്റെ ബെൽറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാം. ചിലപ്പോൾ ബെൽറ്റ് വല്ലതും പൊട്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ബെൽറ്റിൻ്റെ കവറായി കാണുന്നത്. അതിൽ 6 സ്ക്രൂകളുണ്ട്. അതിൽ ഈ സ്റ്റാറിൻ്റെ സ്ക്രൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർ പോലെ ഇരിക്കും. സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന ബെൽറ്റിൻ്റെ ഭാഗത്തൊന്നും കംപ്ലൈൻറ്റ് കാണുന്നില്ല. ഈ താഴെ കാണുന്ന ഭാഗം കേട്ടോ ഇതിൻ്റെ മോട്ടർ. പിന്നെ വേറൊരു സംഗതി ഉണ്ട് കേട്ടോ. ഈ മോട്ടറിൻ്റെ കാർബൺ തീർന്നതാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം കാർബൺ നമുക്ക് അഴിക്കണമെങ്കിൽ അതിൻ്റെ ആ മോട്ടർ അവിടെ നിന്ന് അഴിച്ചു വെക്കേണ്ടി വരും. ഈ മോട്ടർ കമ്പനിയിൽ നിന്ന് മാറ്റി വെക്കണമെന്നെങ്കിൽ എന്നായാലും 6000 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ.
ചെറിയൊരു കാർബൺ ബ്രഷ് മാറുന്നതിന് പകരം കമ്പനി മേടിക്കുന്ന 6000 രൂപയാണ്. അതിപ്പോൾ മിക്സിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അതുപോലെയൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 മെയിൻ സ്ക്രൂ ആണ് ഇവിടെ വരുന്നത്. ഇതിലേക്ക് ഈ മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ട് നമുക്കൊന്ന് ലൂസാക്കി വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അഴിക്കാനായിട്ട് പാടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ബെൽറ്റ് നല്ല ടൈറ്റിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഒന്ന് തള്ളി വെളിയിലോട്ട് ചാടിയേക്കാം. എളുപ്പത്തിലൊന്നും ചാടത്തില്ല, ശക്കലം ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നിട്ട് ഈ ഒരു ബെൽറ്റിന് എന്തെങ്കിലും ഇതുണ്ടോ, പൊട്ടലോ വല്ലോ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തേക്കാം. ഇങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ പൊട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ വര പോലെ ക്രോസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഈ ബെൽറ്റ് കാണുന്നില്ല, നല്ല പുതിയ പോലെ തന്നെ ഇരിക്കുന്നു ബെൽറ്റ്. ഇപ്പോൾ ഞാൻ മെഷീൻ ചെരിച്ചിട്ട് കേട്ടോ ഒരു സൈഡിലേക്ക്. എന്നിട്ട് അതിൻ്റെ മെഷീൻ്റെ അടിവശം ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ തുറന്നാൽ വരത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചാടിപ്പോരും. പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിക്കുന്ന സ്ക്രൂ ആ. അപ്പോൾ ഈ ഇരിക്കുന്ന മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ ബാക്കിലുള്ള ആ സ്ക്രൂ ആണല്ലോ ഈ കാണുന്നത്. അപ്പോൾ ഇത് അഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഞാൻ അറിയാതെ ഒന്ന് അഴിച്ചായിരുന്നു ആദ്യം. എൻ്റെ ഫ്രണ്ടിലത്തെ 2 എണ്ണം മാത്രം അഴിച്ചാൽ മതി, ബാക്കി ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് കയറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അത് അഴിക്കാതെ തന്നെ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ കറുത്ത ബ്ലൂ വയർ കണക്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, അത് ഇതിൻ്റെ കാർബൺ ബ്രഷുണ്ട് 2. നമ്മുടെ മിക്സിക്കൊക്കെ ഉള്ള പോലെ തന്നെ കാർബൺ ബ്രഷുണ്ട്. അപ്പം ആ ഒരു കണക്ഷനാണ് ആ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊരിയെടുത്തത്. അപ്പോൾ അത് എവിടെ വെച്ച് തന്നെ എനിക്ക് അഴിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ അവിടെ സ്ഥലം പോരാ തീരെ. പിന്നെ കൂടുതൽ വരം പിടിച്ചു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റിൻ്റെ ഓസ, ആ റബ്ബറിൻ്റെ ഓസ് മുകളിൽ കാണുന്നത്, അതൊക്കെ ലീക്കാകാൻ തുടങ്ങും. പിന്നെ മോട്ടർ താഴോട്ട് ഇറക്കിയിട്ട് തന്നെ നമുക്ക് ശരിയാക്കാം. ഈ ഒരു ലൈൻ പോകുന്നതാണല്ലേ, അത് അതിൻ്റെ മദർ ബോർഡിലേക്കും പോകുന്നുണ്ട്, സ്വിച്ചിലേക്കും പോകുന്നുണ്ട്. സ്വിച്ചിലേക്ക് നേരെ പോയിട്ട് തിരിച്ച് മദർ ബോർഡിലോട്ട് വരികയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരിക്കുന്നത് മദർ ബോർഡ്. ഈ മദർ ബോർഡിന് ഏകദേശം 2000-3000 രൂപയൊക്കെ വിലയുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ആ പ്ലഗ് അങ്ങ് ഡിസ്കണക്ട് ചെയ്തേക്കാം. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കരിഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്. എന്നിട്ട് ബാക്ക് സൈഡിലെ സ്ക്രൂ ഒന്ന് ഓരോന്ന് വെച്ചങ്ങ് അഴിച്ച് എടുത്തിട്ട് നമുക്ക് ആ മോട്ടർ വെളിയിലേക്ക് എടുത്തേക്കാം. അതിൻ്റെ ഒരു ലോഡ് വരുന്നുണ്ട് മുകളിൽ നിന്ന്. അത് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വെയിറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന്. അത് ആ ഡ്രമ്മിന് ചുറ്റും വെച്ചിരിക്കുന്ന കല്ലിൻ്റെ കൊണ്ടാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പലരും വിശ്വസിക്കുന്നത് ഈ ഡ്രമ്മിനകത്താണ് കല്ല് വെച്ചിരിക്കുന്നത്. വേറൊരു വലിയ എഞ്ചിനീയറൊക്കെ എന്നോട് പറഞ്ഞതാണ്, ഡ്രമ്മിനകത്ത് ഇതിനകത്ത് കല്ലുണ്ട്, അപ്പോൾ തുണിയൊക്കെ അടിച്ചാൽ കലക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആ ഡ്രമ്മിൻ്റെ ചുറ്റും ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 കല്ല് വെച്ചിട്ടുണ്ട്. ഏകദേശം 5-6 കിലോ വെയിറ്റുള്ള കല്ലാണ്, അല്ലാതെ ഡ്രമ്മിന് അകത്തല്ല കല്ല്. അതെന്തായാലും തമാശയായിപ്പോയി. പിന്നെ ഈ കാണുന്നൊരു ഗ്രീൻ വയറിൻ്റെ കണക്ഷൻ ഉണ്ടല്ലോ, അതും ഡിസ്കണക്ട് ചെയ്തേക്കാം. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് പോലെ വെച്ചിട്ടില്ലേ, അത് ആ മോട്ടറിലേക്ക് ഡസ്റ്റ് അടിക്കായിരിക്കും, വെള്ളമൊക്കെ തെറിക്കായിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കവറായിരിക്കും. അതും കൂടി ഒന്ന് റിമൂവ് ചെയ്തേക്കാം. ഇപ്പോൾ ഈ 2 സൈഡിലും കാണുന്നതല്ലേ ബ്ലാക്ക് കളർ ഇരിക്കുന്ന ഇട്ടത്തിൽ, അതാ അതിൻ്റെ കാർബൺ. നമ്മുടെ മിക്സിയിലൊക്കെ ഉള്ള പോലെ തന്നെ കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ടെന്നുള്ളതിന്
അപ്പോൾ അതിനും സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വേണ്ടത്, ചെറിയ ടൈപ്പ് സ്റ്റാറിൻ്റെ സ്ക്രൂ കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ ഇത് ഒരെണ്ണം അഴിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ബലമുണ്ട്. രണ്ടാമത്തെ സ്ക്രൂ അഴിക്കാൻ പോയിട്ട് അഴിയുന്നില്ല കേട്ടോ. അപ്പോൾ അതിനൊരു പരിപാടിയുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ പെൻട്രേറ്റിംഗ് ഓയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പം ഇതിൽ WD-40 എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് പെൻട്രേറ്റിംഗ് ഓയിലായാലും കുഴപ്പമില്ല, സ്ക്രൂ അഴിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഒരു 2 തുള്ളി അടിച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോഴേ സ്ക്രൂ അങ്ങ് അഴിഞ്ഞു. ഇതകത്ത് പോയിട്ടങ്ങ് തുരുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ലൂസായി കളയും. തുരുമ്പ് പിടിക്കുന്നതായിരിക്കും അഴിയാനായിട്ടുള്ള പാട്. അപ്പോൾ ഈ സൈഡിൽ കാർബൺ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏകദേശം 1 ഇഞ്ചോളം വെളിയിലേക്ക് കാർബൺ തള്ളി നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഇടത് സൈഡിൽ അഴിച്ചു നോക്കാം. ഇടത് സൈഡിൽ കാർബൺ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇടത് സൈഡിലെ കാർബണാണ് തേഞ്ഞിരിക്കുന്നത്. അതാണ് സ്പിന്നിൻ്റെ ഭാഗത്ത് വരുമ്പം നിന്ന് പോകുന്ന കാര്യം. ഈ സ്പിന്നിൻ്റെ ഭാഗത്ത് വരുമ്പം ഒരു 4 മോഡലേ ഉള്ളത്. അപ്പം അതിനകത്ത് സ്പിന്നിൻ്റെ ഭാഗത്ത് വരുമ്പം ഇത് നിന്ന് പോകും. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാർബൺ തീരുന്ന ഈ സ്പിന്നിൻ്റെ ഭാഗത്ത് വന്നിട്ട്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക്, വലത് സൈഡിലേക്കുള്ള ഒരു മോട്ടറിൻ്റെ ബ്രഷാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ സ്പിന്നിൻ്റെ ഭാഗത്തേക്കുള്ള ബ്രഷ് തന്നെ തീർന്നിരിക്കുന്നത് ഉറപ്പിച്ച്. ഇനി ആ ബ്രഷ് നമുക്ക് ഓപ്പൺ ചെയ്ത്, ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് കേട്ടോ ഈ ബ്രഷ് ഇരിക്കുന്നത്. അതിങ്ങനെ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ പൊക്കിയെടുക്കാം. നമുക്ക് പൊട്ടിക്കാതെ വളരെ സാവധാനം തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ ബ്രാസിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു കവറുണ്ടല്ലോ, ആ കവർ നമുക്ക് പൊക്കിയെടുക്കാം. അതിനകത്താണ് ഈ കാർബൺ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാർബൺ കൊണ്ടുപോയിട്ട് വേറൊരു അവിടെ ഒരു ടൗണിലൊരു കടയുണ്ട്. ആ കടയിൽ ചെന്നിട്ട് ഈ കാർബൺ കാണിച്ച് വേറൊരു പുതിയ കാർബൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്ക് കണ്ടില്ല, ആ ലോക്ക് പിരിച്ചാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് നിവർത്തി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലോക്ക് കണ്ടില്ലേ, ചെരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെരിച്ചാൽ മാത്രമേ ഇത് അഴിഞ്ഞു വരത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലെയർ എടുത്തിട്ട് അത് ചെരിച്ചിട്ട് ഊരിയെടുക്കാം. കാർബൺ തീർന്ന് 2 പീസായിട്ട് കിടക്കായിരുന്നു കേട്ടോ അകത്ത്. ഇത് മെഷീൻ എടുത്ത കാർബണാണ് ഇടത് സൈഡിലിരിക്കുന്നത്. ഇപ്പം വലത് സൈഡിലാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇടത് സൈഡിലുള്ളതിൻ്റെ മുകളിൽ വശത്ത് ഒരു വെട്ട് കണ്ടല്ലോ, ആ ചെരിവ് കണ്ടോ, അതാ അതിൻ്റെ റോട്ടറിലേക്ക് ടച്ച് ചെയ്യുന്ന ബ്രഷ് ടച്ച് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ഭാഗം ആ കാർബണിൻ്റെ ഭാഗം ഒന്ന് ചെരിക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരം കൂട്ടുന്നൊരു കല്ലുണ്ടല്ലോ, ആ കല്ലെടുത്ത് വെച്ച് അതിൽ കുറച്ച് നേരം ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ കാർബണ അധികം ബലം പിടിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ വളരെ ലൈറ്റായിട്ടൊന്ന് നമുക്കൊന്ന് ഉരച്ചാൽ ആ ഷേപ്പാക്കി എടുക്കും, ചെത്തിയ പോലെ.
ഒരു 40 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യും. ഞാൻ മുഴുവൻ വരയ്ക്കുന്നില്ല, കുറേയൊക്കെ ആ ഇതിനകത്ത് തന്നെ മോട്ടറിൽ വരഞ്ഞ് തന്നെ ശരിയായിക്കോളും. ഇനി നമുക്ക് തിരിച്ചാ ഇതിലേക്ക് ഇട്ടേക്കാം. ഏതായാലും കാർബൺ കിട്ടിയത് നന്നായി. സാധാരണ കാർബൺ അത്ര എളുപ്പത്തിൽ വെളിയിൽ മേടിക്കാൻ കിട്ടാത്തതാണ്. ഇത് ഈ വാഷിംഗ് മെഷീൻ്റെയും ഫ്രിഡ്ജിൻ്റെയും സംഗതി ഇതൊക്കെ മാത്രം വയ്ക്കുന്ന ഒരു കട കോട്ടയത്തുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ സ്പ്രിങ് കയറുന്നില്ല. പുതിയതായിട്ട് കിട്ടിയ ഇതിൻ്റെ കാർബണിൻ്റെ സ്പ്രിങ് വലുതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 15 വർഷം കഴിഞ്ഞ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന മോഡലിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. കാർബൺ പാകമായി, പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള സ്പ്രിങ് കയറുന്നില്ല. അപ്പോൾ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഈ സ്പ്രിങ് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ അതൊക്കെ പിരിച്ച് ഊരി എടുത്തിട്ട് പഴയതിൻ്റെ സ്പ്രിങ് എടുത്ത് ഇതിലിടാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാർബൺ ഒരു ഇഞ്ച് വെളിയിലോട്ട് തള്ളി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. സ്പ്രിങ് കംപ്ലീറ്റ് കയറിയില്ലെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ബാക്ക് വശത്ത്. ഇനി നമുക്ക് ആ ലോക്ക് ഇട്ടിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ലോക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് പിരിച്ച് നേരെയാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെയാക്കുമ്പോൾ ലോക്ക് വീഴുക ചെയ്യുന്ന കേട്ടോ. ഇനി എന്നിട്ട് ആ ബാഗിൻ്റെ ആ ഒരു ഇതുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പീസ്, അത് നമുക്ക് ആ കവറിനകത്ത് ഇട്ടേക്കത്, എന്നല്ലേ നമുക്ക് മോട്ടറിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നേരത്തെ ആ തീർന്ന കാർബണിൻ്റെ മുഴുവൻ കരിയാൻ തോന്നുന്നു ഇതിൻ്റെ ആ ഒരു കാർബൺ ടച്ച് ചെയ്യുന്ന ഭാഗത്തിരിക്കുന്നത്. അവിടെ നല്ല തിളങ്ങിയിരിക്കേണ്ടതാണ്, ഒരു ഗോൾഡൻ കളറിൽ. അപ്പോൾ ഒരു പണി ചെയ്യാം. ഒരു ചെറിയൊരു പീസ് സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതിൽ പിടിച്ചുകൊണ്ട് അത് മെഷീനിൽ ചെറുതായിട്ട് കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാർബൺ പറ്റിയിരിക്കുന്നതെല്ലാം ആ സാൻഡ് പേപ്പർ അങ്ങ് മറിഞ്ഞ് ക്ലിയറായി വരും. നല്ല കോണ്ടാക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കരിയൊക്കെ പോയിട്ട് ഒരു തിളക്കം വന്നിരിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് കാർബൺ തിരിച്ച് ഫിറ്റ്. കാർബൺ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വയറിൻ്റെ ഒരു പവർ കണക്ഷൻ ഉണ്ടല്ലോ, അത് ആദ്യം പ്ലഗ് ചെയ്യുക. എന്നിട്ട് ആ മോട്ടറിലേക്ക് നോക്കിയോ, ഒരു ബ്ലാക്ക് ലൈൻ അവിടെ കണ്ടോ, ആ ഒരു ചെരുവിലേക്ക് ചെരിഞ്ഞ് വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. കുറേ സ്ക്രൂ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നു കേട്ടോ. വെറുതെ ഏതെങ്കിലും രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ആകത്തില്ല. കാർബൺ കൈ പതുക്കെ അകത്തേക്ക് തള്ളിക്കൊണ്ട് നമുക്ക് ആ ഒരു ചെരിഞ്ഞ ലൈൻ നോക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ അഴിച്ച പോലെ തന്നെ നല്ല ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കോണ്ടാക്റ്റൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വലത് സൈഡിലുള്ള ബ്രഷ് കൂടി തിരിച്ചു വെച്ചേക്കാം.
ഇനിയിപ്പോൾ ഇതെടുത്ത് നമുക്ക് മോട്ടർ എടുത്ത് പഴയ പോലെ എടുത്ത പോലെ തന്നെ തിരിച്ച് ആദ്യം ആ ബാക്ക് വശം നമുക്ക് അതിലോട്ട് കയറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അത് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ലാസ്റ്റ് ഒരു ഗ്രീൻ വയറുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ ആദ്യം കണക്ട് ചെയ്യേണ്ടതായിരുന്നു. ലാസ്റ്റല്ല ഒരു നേരെ റിവേഴ്സാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അഴിക്കുന്നതിൻ്റെ നേരെ റിവേഴ്സ്. അപ്പം അത് ഞാൻ വിട്ടുപോയി കേട്ടോ. ഇപ്പോൾ ഒരു വിധത്തിൽ ഞാനത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മദർ ബോർഡിൻ്റെ പ്ലഗ് കൂടി നമുക്ക് ഫിറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ മോട്ടറിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ടു. ഇനിയിപ്പം ഉള്ളത് ഈ ഒരു ബെൽറ്റ് ഇടുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബെൽറ്റ് ഇച്ചിരി ബലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ മെഷീൻ്റെയൊക്കെ ബെൽറ്റ് ഇടുന്നവരാണെങ്കിൽ അത് അറിയാം എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ ആ വട്ടത്തിലുള്ള ചക്രം പതുക്കെ കറക്കി കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രൂവിലോട്ടങ്ങ് വീഴും. കൈ കൊണ്ട് വെറുതെ വലിച്ചിടാൻ നോക്കിയാൽ നടക്കത്തില്ല. വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തേ. അപ്പം കുറച്ച് സമയം എടുത്താണ് വെള്ളം നിറഞ്ഞൊരു പകുതിയാകുമ്പോൾ മാത്രമേ മോട്ടർ ഇത് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളം നിറഞ്ഞ പകുതി കഴിഞ്ഞപ്പം കുറച്ച് നേരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്പിന്നിൻ്റെ മോഡ് വന്നിട്ടുണ്ട്. സ്പിൻ മോഡിൽ വന്നപ്പം സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്പിന്നിൻ്റെ പ്രശ്നമൊന്നുമില്ല, സംഗതിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.